ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ ലെവൽ ബേസ് ചെയ്ത് അപ് ട്രെൻഡിൽ പോകുന്ന കുറച്ച് സ്റ്റോക്സുകളെ പറ്റിയാണ്. അപ്പോൾ ഈ സ്റ്റോക്സുകളിൽ ഇന്ന് നല്ലൊരു മൊമെൻറ്റം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് പവർ ഇന്ത്യയാണ്. നമുക്ക് പവർ ഇന്ത്യയുടെ ചാർട്ട് നോക്കാം. ഇപ്പോൾ പവർ ഇന്ത്യ നമുക്ക് കാണാൻ സാധിക്കും റീസെൻ്റ് ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് മുമ്പുണ്ടായ റെസിസ്റ്റൻസോടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് അപ് ട്രെൻഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. റീസെൻറ്റ് സപ്പോർട്ട് ഈ ഒരു ലെവലാണ്, 23,000 ലെവലിലേക്കാണ് ഇനി സപ്പോർട്ടായി നിൽക്കുന്നത്. ഇപ്പോൾ ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് IOC ആണ്. IOC ഈ ഒരു റെസിസ്റ്റൻസോടെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഒരു ഏരിയ ഇപ്പോൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലെവലിൽ കൊണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത ടൊറൻറ്റ് ഫാം ആണ്. അപ്പോൾ ടൊറൻറ്റ് ഫാം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഉണ്ടായിരുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു, അത് വീണ്ടും സപ്പോർട്ട് ചെയ്ത് തിരിച്ചു കയറാണ്. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതും ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നല്ല രീതിയിൽ ബുള്ളിഷിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്സാണ് ടൊറൻറ്റ് ഫാം. അപ്പോൾ ആ സ്റ്റോക്സ് നമുക്കത് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത് NTPC ആണ്. അപ്പോൾ NTPC നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ ബുള്ളിഷ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സാണ് NTPC. അപ്പോൾ ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ അടുത്ത് സീമെൻസ് ആണ്. ഇപ്പോൾ സീമെൻസ് ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് കൂടുതലാണ്. ഒരു 3400 മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതിന് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് വരാം. ഇപ്പോൾ നല്ല രീതിയിലുണ്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ടാണ് നമ്മളിനി വാച്ച് ചെയ്യേണ്ടത്. അടുത്ത കോൾപ്പാലാണ്. കോൾപ്പാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിട്ട് വരും അടുത്ത റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതുവരെ അവർ അപ്പ് ട്രെൻഡ് ചാൻസ് കാണിക്കുന്നുണ്ട് കോൾപ്പാൽ. അപ്പോൾ ഇതും നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. ഇപ്പോൾ ഇത് അസ്ട്രാളാണ്. അപ്പോൾ അതും മുമ്പുള്ള ആ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസോടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് മുമ്പ് നമ്മുടെ സ്കാനറിൽ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജും അപ്പ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തായിരുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു, അപ്പ് ട്രെൻഡാണ് കാണിക്കുന്നത്. പുതിയൊരു ഹൈ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 8 സ്റ്റോക്സുകൾ നമുക്ക് ടെക്നിക്കൽ ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഈ സ്റ്റോക്സുകളിൽ നല്ലൊരു മൊമെൻറ്റം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.